ഹലോ, 2 ദിവസമായിട്ട് നല്ല സുഖമില്ലായിരുന്നു. അതുകൊണ്ട് വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. എന്തായാലും ഒരു സീരീസ് കണ്ടു തീർത്തു. ബാലഡ്. ആമസോൺ പ്രൈമിൽ പുതുതായിട്ട് റിലീസായ പോലീസ് പ്രൊസീജിയറൽ ഡ്രാമ സീരീസ് ആണിത്. മാഗി ക്യൂ ആണ് ഇതിൽ പ്രധാന വേഷത്തിൽ വന്നിരിക്കുന്നത്. ഇന്ന് ഈ സീരീസിനെ കുറിച്ച്. ലോസ് ആഞ്ചലസിൽ മുൻപ് LAPDയുടെ ഹോമിസൈഡ് ഡിവിഷനിൽ വർക്ക് ചെയ്തിരുന്ന റീനി ബാലഡ് എന്ന ഡിറ്റക്റ്റീവിന്റെ കഥയാണ് ഈ സീരീസ് പറയുന്നത്. ഇപ്പോ പുള്ളിക്കാരി കോൾഡ് കേസ് വിഭാഗത്തിൽ വർക്ക് ചെയ്യുകയാണ്. അവരുടെ മുമ്പിൽ ഒരു പഴയ കൊലപാതക കേസ് എത്തുന്നതും അതിന്റെ അന്വേഷണവും ഒക്കെയാണ് ഈ സീരീസ് പറയുന്നത്. ഒരു വെൽ മെയ്ഡ് ക്രൈം ഡ്രാമ സീരീസ് ആണിത്. മൈക്കിൾ കാനലിയുടെ നോവലിന്റെ ദൃശ്യാവിഷ്കാരമാണ്. അതുപോലെ ബോഷ് എന്ന സീരീസിന്റെ സ്പിൻ ഓഫുമാണ്. പക്ഷെ പേടിക്കണ്ട, എന്നെ പോലെ ബോഷ് സീരീസ് കാണാത്ത ആൾക്കാരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്കും ഇത് വലിയ കുഴപ്പമൊന്നും ഇല്ലാതെ ഒരു പുതിയ സീരീസ് എന്ന നിലയിൽ തന്നെ കണ്ടു തീർക്കാൻ പറ്റും. 1-2 സർപ്രൈസ് എൻട്രികളൊക്കെ വരുമ്പോൾ അത് കണ്ടവർക്കുള്ള അത്ര ഫീൽ നമുക്ക് വരില്ല എന്നൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ. അല്ലാതെ ബാക്കി സ്റ്റോറി കേസും ഒക്കെ വളരെ ഫ്രഷ് ആണ്. ഈ എഴുതി തള്ളപ്പെട്ട കോൾഡ് കേസ് ഡിപ്പാർട്ട്മെന്റ് എന്നുള്ളത് എന്റെ ഒരു ഫേവറേറ്റ് വിഷയമാണ്. ഡിപ്പാർട്ട്മെന്റ് ക്യൂ ഫിലിം സീരീസ് ഉണ്ട്. ഞാൻ ഈയിടെ നെറ്റ്ഫ്ലിക്സിൽ റിലീസായ ഡിപ്പാർട്ട്മെന്റ് ക്യൂ സീരീസിനെ കുറിച്ചല്ല പറയുന്നത്, അതിന്റെ ഒറിജിനൽ ഉണ്ട്. ഫിലിം സീരീസ് ആണത്. ഡാനിഷ് ഭാഷയിലുള്ളതാണ്. അതിന്റെ ഒരു ഫേവറേറ്റ് ഫിലിം ഫ്രാഞ്ചൈസ് ആണ്. കുറെ പേര് നെറ്റ്ഫ്ലിക്സിൽ ഡിപ്പാർട്ട്മെന്റ് ക്യൂ സീരീസ് എന്താണ് റിവ്യൂ ചെയ്യാത്തതെന്ന് ചോദിച്ചായിരുന്നു. ആക്ച്വലി പേര് കണ്ടപ്പോൾ ഡൗട്ട് തോന്നിയെങ്കിലും ഇത് ഡിഫറെന്റ് ആയിരിക്കുന്നതായിരുന്നു. ഞാൻ ആ സീരീസ് കണ്ടു തുടങ്ങിയതാണ്. പക്ഷെ തുടങ്ങിയപ്പോഴേ എനിക്ക് മനസ്സിലായി ഇത് ആ ഒറിജിനൽ ഡിപ്പാർട്ട്മെന്റ് ക്യൂ ഫിലിം സീരീസിന്റെ റീമേക്ക് ആണെന്ന്. ഇംഗ്ലീഷ് റീമേക്ക് ആണ്. സോ എനിക്ക് ആക്ച്വലി ഇതിന്റെ കഥ അറിയാം, സസ്പെൻസ് അറിയാം. ആ സിനിമകൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നവർക്ക് അതിന്റെ റീമേക്ക് എത്ര സുഖിക്കില്ല. അത്രയ്ക്ക് ഇതിലെ നായകന്മാരെയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഞാൻ ആ സീരീസ് കാണാതിരുന്നത്. അതിന്റെ കാര്യം ഇവിടെ പറഞ്ഞെന്താന്ന് വെച്ചാൽ, അതേപോലെ കോൾഡ് കേസ് യൂണിറ്റിൽ വർക്ക് ചെയ്യുകയാണ് ഇതിലെ നായികയും സംഘവും. സോ ആ ഒരു വൈബ് ഉണ്ടായിരുന്നു ഇതിന്. പിന്നെ അവരുടെ മുമ്പിലേക്ക് പല പഴയ കേസുകൾ എത്തുന്നത്, ഒരു കേസ് നടക്കുമ്പോൾ തന്നെ പിന്നെയും വേറെ കേസുകൾ വരുന്നതൊക്കെ ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ടാണ് ഇതിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. അതുപോലെ നല്ല എൻഗേജിങ് ആണ്, ത്രില്ലിംഗ് ആണ്. ഇതിനൊരു പേസ് ഉണ്ട്. ഒരുപാട് ഫാസ്റ്റ് അല്ല, ഒരുപാട് സ്ലോയും അല്ല. അതിന്റെ ഒരു കറക്റ്റ് വേഗതയാണെന്ന് പറയാം. എനിക്കിഷ്ടമാണ് സ്ലോ ബേണിംഗ് ത്രില്ലേഴ്സ്. അല്ലെങ്കിൽ തന്നെ അത്യാവശ്യം ഡീസന്റ് ആയിട്ടുള്ള ട്വിസ്റ്റ് ആൻഡ് ടേൺസും സീരീസിനുണ്ട്. പിന്നെ നല്ല രീതിയിൽ ക്യാരക്ടേഴ്സ് ഒക്കെ എഴുതിയിട്ടുണ്ട്. എല്ലാവരും മികച്ച രീതിയിൽ അഭിനയിച്ചിട്ടുണ്ട്. ഒപ്പം ഇമോഷണൽ നന്നായിട്ട് കണക്ട് ആവുന്നുണ്ട്. ഇതിലെ മെയിൻ ക്യാരക്ടർ റീനി ബാലഡ് ആയിട്ട് വന്ന മാഗി ക്യൂ കിടിലം പെർഫോമൻസ് ആയിരുന്നു. വളരെ സ്ട്രോങ് ആയിട്ടുള്ള, നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഗംഭീര ക്യാരക്ടറാണത്. നല്ല രീതിയിൽ എഴുതിയിട്ടുണ്ട്. നമുക്ക് അവരോട് നന്നായിട്ട് ഇഷ്ടം തോന്നുന്ന വിധത്തിലാണ് എഴുതിയേക്കുന്നത്. അവളുടെ യാത്രയിൽ നമ്മളും അങ്ങ് കൂടുമെന്ന് പറയാം. ഓരോ കേസ് ആൻഡ് പ്രശ്നങ്ങളൊക്കെ അവളിങ്ങനെ സോൾവ് ചെയ്യുന്നു, എങ്ങനെ അവൾ നേരിടുന്നു എന്നുള്ള ആ ഒരു ആകാംക്ഷയോടെ ആയിരിക്കും നമ്മൾ സീരീസ് കാണുക. റീനി മാത്രമാണ് മെയിൻ എന്ന് നമ്മൾ കരുതും. പക്ഷെ ഓരോ ക്യാരക്ടേഴ്സും ഗംഭീരമായിട്ട് വരുന്നുണ്ട്. അത്രയ്ക്ക് കിടുവായിട്ട് മറ്റ് കഥാപാത്രങ്ങളെയും എഴുതിയിട്ടുണ്ട്. ഇപ്പൊ ടീം മെമ്പേഴ്സ് തമ്മിലുള്ള ബന്ധവും വളരെ നൈസായിട്ടാണ് അവതരിപ്പിച്ചിട്ടുള്ളത്. സമീറ പാർക്കറായിട്ട് വന്ന കോഡ്നി ടൈലർ സീരീസിൽ ആ കഥാപാത്രത്തിന്റെ ഒരു വളർച്ച എന്ന് പറയുന്നത് ഭയങ്കര കിടിലനായിട്ടാണ് വന്നിട്ടുള്ളത്. അതുപോലെ റോൾസ് ആയിട്ട് വന്ന മൈക്കൽ മോസ്ലി, കോളിനായിട്ട് വന്ന റബേക്ക ഫീൽഡ്, വിക്ടോറിയ മോറൽസ്, ജോൺ കോറൽ ലിഞ്ച്, എമി ഹിൽ, എല്ലാവരും നൈസ് പെർഫോമൻസ് ആയിരുന്നു. മൊത്തത്തിൽ ക്യാരക്ടേഴ്സിനോടുള്ള നമുക്കൊരു ഇഷ്ടം തോന്നും. ടെക്നിക്കലി മികച്ച ഒരു സീരീസ് ആണിത്. ഇതിന്റെ ക്യാമറ, എഡിറ്റിംഗ്, കളർ ഗ്രേഡിംഗ്, ബാക്ക്ഗ്രൗണ്ട് സ്കോർ, പ്രൊഡക്ഷൻ വർക്ക് ഒക്കെ നൈസ് ആണ്. പിന്നെ ഒരു കഥ നടക്കുന്ന ലൊക്കേഷൻ ആണ് ലോസ് ആഞ്ചലസിലെ ബീച്ച് സംഭവങ്ങളൊക്കെ. അത് ഇതിന്റെ ഒരു ക്യാരക്ടർ പോലെ തന്നെ സീരീസിൽ നിലനിൽക്കുന്നുണ്ട്. സ്ലോ ബേണിംഗ് ത്രില്ലർ ആയതുകൊണ്ട് തന്നെ ചിലർക്ക്, അതായത് ഫാസ്റ്റ് പേസ് ത്രില്ലർ ആരാധകർക്ക് ഇത് കുറച്ച് ബോറടിപ്പിച്ചേക്കാം. തുടക്കത്തിൽ ഒന്ന് ഇന്നാവാൻ വേണ്ടിയും ചിലർക്ക് കുറച്ച് പാടായിരിക്കും. സീരീസ് അത്യാവശ്യം നല്ല ലെങ്തിയുമാണ്. സത്യത്തിൽ കുറച്ചുകൂടെ ഒന്ന് ചെറുതാക്കി ഒരു 7-8 എപ്പിസോഡിൽ തീർക്കാമായിരുന്നു എന്ന് എനിക്കും പേഴ്സണലി തോന്നി. അങ്ങനെയായിരുന്നെങ്കിൽ കുറച്ചുകൂടി ആൾക്കാർ ഇത് കണ്ടേനെ എന്നും ഫീൽ ചെയ്തു. ആകമൊത്തം ടോട്ടൽ ഒരു നല്ല ക്രൈം ഡ്രാമ സീരീസ് ആണ് ബാലഡ്. സീസൺ 1 കേസൊക്കെ ഈ സീസണിൽ തന്നെ സോൾവ് ചെയ്ത് തീരുന്നുണ്ട്. അപ്പം സീസൺ 2 ഒരു ക്ലിഫ് ഹാങ്ങർ തന്നിട്ടാണ് അവസാനിക്കുന്നത്. അത് നന്നായിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത്. പോലീസ് പ്രൊസീജിയറൽ ഡ്രാമ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്യുകയാണ് ഈ സീരീസ്. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ആമസോൺ പ്രൈമിൽ നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റും. 40 മുതൽ 45 മിനിറ്റ് വരെ ദൈർഘ്യമുള്ള 10 എപ്പിസോഡുകൾ സീരീസിലുള്ളത്. ഇംഗ്ലീഷ് ആണ് ഒറിജിനൽ ലാംഗ്വേജ്. ഹിന്ദി ഡബിംഗ് അവൈലബിൾ ആണ്. തമിഴ്, മലയാളം ഡബിംഗ് ഒന്നുമില്ല. 18+ ആണ്, അത് ഓർക്കുക. അപ്പൊ നിങ്ങൾ ഈ സീരീസ് കണ്ടിട്ടുള്ളവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ രേഖപ്പെടുത്തുമല്ലോ. ശരിയാണ്.